നിശബ്ദതയെ കീറിമുറിച്ച ആ വിനാശകരമായ ഫോൺ കോൾ 1978 ഒരു തണുത്ത പുലർക്കാലം. ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ കാര്യാലയം പതിവിലും ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തത ഒരു വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുന്നോടിയായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. ഭാരതത്തിന്റെ ചരിത്രഗതിയെ തന്നെ മാറ്റിമറിച്ച, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ കവചത്തിൽ വലിയൊരു വിള്ളലുണ്ടാക്കിയ ആ ഫോൺ കോൾ അവിടെ നിന്നാണ് ഇസ്ലാമാബാദിലേക്ക് പോയത്. അപ്പുറത്ത് ഫോൺ എടുത്തത് പാകിസ്ഥാൻ പ്രസിഡന്റും സൈനിക മേധാവിയുമായ ജനറൽ സിയാ ഉൾ ഹഖ് ആയിരുന്നു. വെറും ഒരു നയതന്ത്ര സൗഹൃദ സംഭാഷണം എന്ന ചരിത്രം രേഖപ്പെടുത്തേണ്ടിയിരുന്ന ആ വിനിമയം ഭാരതത്തിന്റെ ചാരസംഘടനയായ റോ വർഷങ്ങളോളം ചോര നീരാക്കി പടുത്തുയർത്തിയ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ചു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി സിയാ ഉൾ ഹഖിനോട് പറഞ്ഞു, നിങ്ങൾ കഹുട്ടയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ആ ഒരൊറ്റ വാചകം കേട്ട സിയാ ഉൾ ഹഖിന്റെ നട്ടലിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയിട്ടുണ്ടാകണം. കാരണം ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ അതീവ രഹസ്യമായി വെച്ച അവരുടെ ആണവ പദ്ധതിയുടെ കേന്ദ്രമായിരുന്നു കഹുട്ട. ഇന്ത്യ അത് അറിഞ്ഞു എന്ന് മാത്രമല്ല, കൃത്യമായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഭാരതത്തിന്റെ വീരന്മാരായ ചാരന്മാർ സ്വന്തം ജീവൻ പണയപ്പെടുത്തി നെയ്തെടുത്ത വലക്കണ്ണികൾ ആ നിമിഷം അറുത്തുമാറ്റപ്പെട്ടു. ഭാരതത്തിന്റെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ അല്ലെങ്കിൽ അബദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നായിരുന്നു ഇത്. 1970-കളിൽ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏജൻസികളിൽ ഒന്നായി മാറിയിരുന്നു. ഇതിഹാസമാനമായ RN റാവോയുടെ നേതൃത്വത്തിൽ റോ പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെ തകർക്കുന്നതിൽ റോ വഹിച്ച പങ്ക് നിസ്തുലമാണ്. അതിനുശേഷം പാകിസ്ഥാൻ രഹസ്യമായി ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന വിവരം അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കണ്ടത്. ഓപ്പറേഷൻ കഹുട്ടയിലേക്ക് വരാം. ബാർബർ ഷോപ്പിലെ ആ മുടിനാരിടകൾ പാകിസ്ഥാന്റെ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന AQ ഖാന്റെ പ്രവർത്തനങ്ങൾ റോ സസൂക്ഷ്മം നിരീക്ഷിച്ചു. കഹുട്ടയിലെ പ്ലാന്റിന് ചുറ്റും റോയുടെ ചാരന്മാർ വേഷപ്രച്ഛന്നരായി തമ്പടിച്ചു. അവിടെയുള്ള ബാർബർ ഷോപ്പുകളിൽ നിന്നും അവർ മുടിനാരിടകൾ ശേഖരിച്ചു. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നാം. എന്നാൽ ഈ മുടിനാരിഴകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ റേഡിയേഷൻ അംശങ്ങളാണ് കണ്ടെത്തിയത്. കഹുട്ടയിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നു എന്നതിന് ഇതിലും വലിയ ഭൗതിക തെളിവ് വേറെ വേണ്ടായിരുന്നു. ഭാരതം സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴും ശത്രുവിന്റെ നീക്കങ്ങൾ ഒരടി മുന്നിൽ കണ്ട് പരാജയപ്പെടുത്താൻ നമ്മുടെ ചാരന്മാർക്ക് കഴിഞ്ഞിരുന്നു. പാകിസ്ഥാൻ എന്നല്ല, ലോകത്തിലെ വൻ ശക്തികൾ പോലും റോയെ ഭയപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. മൊറാർജി ദേശായിയുടെ ഭരണവും റോയുടെ തകർച്ചയും. എന്നാൽ 1977 ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. മൊറാർജി ദേശായിക്ക് രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളോട് തികഞ്ഞ പുച്ഛമായിരുന്നു. അദ്ദേഹം ചാരവൃത്തി അസാന്മാർഗമാകണമെന്ന് വിശ്വസിച്ചു. അധികാരമേറ്റ ഉടൻ അദ്ദേഹം റോയുടെ ബജറ്റ് 50% വെട്ടിക്കുറച്ചത്. സമാധാനത്തിന്റെ വക്താവാകാനുള്ള അദ്ദേഹത്തിന്റെ അതിരുകടന്ന ആവേശം ഇന്ത്യയുടെ കണ്ണുകൾക്ക് കെണിയായി മാറി. ആ ഒരു ഫോൺ കോളിന് പിന്നാലെ പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിലെ ഓരോ ഇന്ത്യൻ ചാരനെയും വേട്ടയാടി. 10ഓളം വരുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ ISI പിടികൂടുകയും അവരെ മാസങ്ങളോളം ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ അവരെല്ലാവരും കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാനുള്ള ഇന്ത്യയുടെ അവസാന അവസരവും അവിടെ ഇല്ലാതായി. ഭാരതം ഒരു വലിയ ഇരുട്ടിലേക്ക് തള്ളപ്പെട്ടു. ഭാരതീയ സൈന്യം ലോകത്തിലെ ഏറ്റവും മികച്ച പോരാളികളിൽ സമ്പന്നമായിരുന്നു. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ സൈനികരുടെ വീര്യം പലപ്പോഴും രാഷ്ട്രീയ മേലാളന്മാരുടെ തീരുമാനങ്ങൾ കാരണം പാഴായി പോയിട്ടുണ്ട്. കശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്രസഭയിൽ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലം. പാക ഗോത്രവർഗക്കാരെയും സൈന്യത്തെയും തുരത്തി ഇന്ത്യൻ സൈന്യം ലഡാക്കും ശ്രീനഗറും കടന്ന് മുന്നേറുകയായിരുന്നു. മുഴുവൻ കശ്മീരും തിരിച്ചുപിടിക്കാൻ സൈന്യത്തിന് വെറും ദിവസങ്ങൾ മതിയായിരുന്നു. പാക് സൈന്യം പിന്തിരിഞ്ഞോടുകയായിരുന്നു. എന്നാൽ യുദ്ധം പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് അവസാനിപ്പിക്കുകയും വിഷയം ഐക്യരാഷ്ട്രസഭയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് ഭാരതത്തിന് ഇന്നും തീരാത്ത ശാപമായ POK അഥവാ പാക് അധീന കശ്മീർ ഉണ്ടാവാൻ കാരണമായി. സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് കശ്മീർ പ്രശ്നം എന്താണെന്ന് ആരും ചർച്ച പോലും ചെയ്യില്ലായിരുന്നു. അതുപോലെ ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന മുദ്രാവാക്യത്തിൽ മുഴുകി നയതന്ത്രജ്ഞർ ചൈനയെ കണ്ണടച്ച് വിശ്വസിച്ച കാലം. ചൈന അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യ ഉറങ്ങുകയായിരുന്നു. ഒടുവിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോ നമ്മുടെ സൈനികർക്ക് ലഭിച്ചത് കാലഹരണപ്പെട്ട തോക്കുകളും. അതിശൈത്യമുള്ള ഹിമാലയൻ അതിർത്തിയിൽ വെറും ക്യാൻവാസിന്റെ ഷൂവും ധരിച്ച് വേനൽക്കാല വസ്ത്രങ്ങളും ധരിച്ച് നമ്മുടെ ധീരന്മാർ പോരാടി. ഭരണകൂടത്തിന്റെ വീഴ്ചയ്ക്ക് അവർ നൽകിയത് സ്വന്തം ജീവനായിരുന്നു. അതുപോലെ ഇനി ഷിംല കരാറിലെ പാളിച്ചയിലേക്ക് വരാം. ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യ ഉജ്ജ്വല വിജയം നേടി. ലോക ചരിത്രത്തിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ കീഴടങ്ങൽ. 93,000 പാക് സൈനികരെ നമ്മൾ തടവുകാരാക്കി.
പാകിസ്ഥാനെ പൂർണ്ണമായും മുട്ടുകുത്തിക്കാനും കശ്മീർ പ്രശ്നത്തിൽ ഒരു സ്ഥിരമായി പരിഹാരം കാണാനും ലഭിച്ച ഏറ്റവും വലിയ സുവർണ അവസരമായിരുന്നു അത്. എന്നാൽ ഷിംല കരാറിൽ ആ തടവുകാരെ വെറുതെ വിട്ടുകൊടുത്തു. ഇന്ത്യയുടെ വിശാല മനസ്കത പാകിസ്ഥാൻ കണ്ടത് ബലഹീനതയായിട്ടാണ്. സൈന്യം രക്തം ചീന്തി നേടിയെടുത്ത വിജയം ഭരണകൂടം ചർച്ചാമേശപ്പുറത്ത് അടിയറവ് വെച്ചു. 1980കളും 90കളും ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിരുന്നു. രാജ്യം സാമ്പത്തികമായി വളർന്നെങ്കിലും സൈനിക നവീകരണത്തിന് ഊന്നൽ നൽകിയില്ല. പ്രതിരോധം എന്നാൽ ശത്രു ആക്രമിക്കുമ്പോൾ മാത്രം പ്രതികരിക്കുക എന്ന നയം സൈനികരുടെ മനോവീര്യം തകർത്ത് തരിപ്പടമാക്കി കളഞ്ഞു. ബോഫോഴ്സ് വിവാദത്തിന് ശേഷം പ്രതിരോധ ഇടപാടുകൾ നടത്താനായി ഓരോ സർക്കാരും ഭയപ്പെട്ടിരുന്നു. പുതിയ തോക്കുകളോ വിമാനങ്ങളോ വാങ്ങാതെ വർഷങ്ങളാണ് പാഴാക്കിയത്. കാർഗിൽ യുദ്ധത്തിലേക്ക് വരുമ്പോൾ 99ൽ കാർഗിൽ പാക് നുഴഞ്ഞുകയറ്റം ഉണ്ടായപ്പോൾ അപ്പോഴും നമ്മുടെ സൈനികർക്ക് അത്യാധുനികമായ നിരീക്ഷണ സംവിധാനങ്ങളുടെ അഭാവം വിനയായി. ശത്രു ഉയരത്തിൽ ഇരുന്നു കൊണ്ട് ആക്രമിക്കുമ്പോൾ വെറും ധീരത കൊണ്ട് മാത്രം ഇന്ത്യ ആ യുദ്ധം ജയിച്ചു. എന്നാൽ നൂറുകണക്കിന് ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിനെക്കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല. ഭാരതത്തിന്റെ ഹൃദയഭാഗത്ത് പാക് ഭീകരൻ അഴിഞ്ഞാടിയപ്പോഴും ശക്തമായൊരു തിരിച്ചടി നൽകാൻ അന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു വരുന്നത് മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ചാണ്. രാജ്യം അന്ന് അപമാന ഭാരത്തിൽ തലകുനിക്കുകയായിരുന്നു. ഭാരത ചരിത്രത്തിലെ ഈ ഇരുണ്ട യുഗം അവസാനിച്ചത് 2014ൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ്. സൈനികന്റെ കണ്ണുനീരിന്റെ പകരം ശത്രുവിന്റെ രക്തത്തിന് വില പറയുന്ന ഒരു കാലം അവിടെ തുടങ്ങുകയായിരുന്നു. മുമ്പ് അതിർത്തിയിൽ വെടിവെപ്പുണ്ടായാൽ ഡൽഹിയിൽ നിന്ന് അനുമതി വരുന്നതുവരെ സൈനികർക്ക് വെറുതെ ഇരിക്കേണ്ട കാലമായിരുന്നു. പലപ്പോഴും വെള്ളക്കൊടി കാട്ടി ചർച്ചയ്ക്കാണ് ഡൽഹി ഉപദേശിച്ചിരുന്നത്. ഇന്ന് സ്ഥിതി മാറി. ശത്രുവിനെ ഒരു അടിക്ക് 10 അടി തിരിച്ചു നൽകാൻ ഫീൽഡ് കമാൻഡർമാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയത്. പൊളിറ്റിക്കൽ വിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്നറിയപ്പെടുന്ന കരുത്ത് ഇന്ത്യൻ സൈന്യത്തിന് പുതിയ ജീവനാണ് നൽകിയത്. ഭീകരവാദം ഭാരതത്തിന്റെ വിധിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതയ്ക്ക് മുന്നിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് എന്ന യാഥാർത്ഥ്യം കാണിച്ചു തരികയായിരുന്നു. ഉറി ആക്രമണത്തിന് ശേഷം പാക് അതിർത്തി കടന്ന ഭീകര ക്യാമ്പുകൾ തകർത്തത് ഒരു പോറലും ഏൽക്കാതെ നമ്മുടെ സൈനികർ തിരിച്ചു വന്നു. പുൽവാമയ്ക്ക് ശേഷം ബാലാകോട്ടിൽ വ്യോമസേന നടത്തിയ പ്രഹരം ലോകത്തിന് തന്നെ ഒരു സന്ദേശമായിരുന്നു. ഇത് പഴയ ഭാരതമല്ല, ശത്രുവിന്റെ വീട്ടിൽ കയറി അടിക്കുന്ന പുതിയ ഭാരതമാണെന്ന് ഓപ്പറേഷൻ സിന്ദൂറും തെളിയിച്ചു. ഇന്ത്യയുടെ തന്ത്രപരമായ സംയമനം അവസാനിച്ചുവെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരല്ല, മറിച്ച് ആയുധങ്ങൾ ലോകത്തിന് നൽകുന്ന രാജ്യമായി മാറുകയാണ്. തേജസ്, ലോകത്തിലെ ഏറ്റവും മികച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചത്. INS വിക്രാന്ത്, സമുദ്രത്തിൽ ഭാരതത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുന്ന വിമാനവാഹിനി കപ്പൽ. ഇത് നിർമ്മിക്കാനുള്ള ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി. ബ്രഹ്മോസ് മിസൈൽ, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഇതിന്റെ പുതിയ പതിപ്പുകൾ ശത്രുവിന്റെ ഏതൊരു പ്രതിരോധ കവചത്തെയും ഭേദിക്കാൻ ശേഷിയുള്ളതാണ്. S-400 മിസൈൽ ഡിഫൻസ്, ആകാശത്ത് വെച്ച് തന്നെ ശത്രു മിസൈലുകളെ തകർക്കുന്ന ലോകത്തെ ഏറ്റവും കരുത്തനായ കാവൽക്കാരൻ ഇന്ന് ഭാരതത്തിനുണ്ട്. ഇന്ന് സിയാച്ചിൻ മലനിരകളായാലും ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിലായാലും ചിക്കൻ നെക്കിനായാലും ഇന്ത്യൻ സൈനികന്റെ മുഖത്ത് ഭയമില്ല. ഗൽവാനിൽ ചൈനീസ് പട്ടാളത്തെ നമ്മുടെ സൈനികർ നേരിട്ട രീതി ആഗോളതലത്തിൽ ചർച്ചയായിരുന്നു. ആയുധമില്ലാതെ പോലും ശത്രുവിനെ വകവരുത്താൻ തക്കവണ്ണം നമ്മുടെ സൈനികർ ഇന്ന് മാനസികമായും ശാരീരികമായും കരുത്തനാണ്. ഭരണകൂടം സൈന്യത്തിന് നൽകുന്ന അത്യാധുനികമായ 6 ഓവേഴ്സ് റൈഫിളുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, ആധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവ ഓരോ സൈനികനെയും ഒരു പോരാളിയാക്കി മാറ്റിയിരിക്കുന്നു. 1 റാങ്ക് 1 പെൻഷൻ പോലെയുള്ള പദ്ധതികളിലൂടെ സൈനികരുടെ കുടുംബ സുരക്ഷയും രാജ്യം ഉറപ്പാക്കി. യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ തന്റെ കുടുംബത്തെ രാജ്യം നോക്കിക്കൊള്ളുമെന്ന ഉറപ്പ് ഒരു സൈനികന് നൽകുന്ന ഊർജവും സമാധാനവും ചെറുതല്ല. ചാരക്കണ്ടുകളും സാങ്കേതിക വിദ്യയും മൊറാർജി ദേശായിയുടെ കാലത്ത് സംഭവിച്ചതുപോലെയുള്ള പിഴവുകൾ ഇനി ഇവിടെ സംഭവിക്കില്ല. ഇന്ന് IB, മിലിറ്ററി ഇന്റലിജൻസ് എന്നിവ ഏകോപിതമായി പ്രവർത്തിക്കുന്നു. തദ്ദേശീയമായി നിർമ്മിച്ച ചാര ഉപഗ്രഹങ്ങൾ വഴി ശത്രുവിന്റെ ഓരോ ചലനവും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ കമാൻഡ് സെന്ററുകളിൽ എത്തുന്നു. സൈബർ യുദ്ധമുഖങ്ങളിലായാലും ബഹിരാകാശ യുദ്ധമുറകളിലും ഇന്ത്യ ഇന്ന് മുൻനിരയിലാണ്. കരുത്തനായ ഒരു സൈനികന്റെ പിന്നിൽ കരുത്തനായ ഒരു ഭരണാധികാരി കൂടി ഉണ്ടാകുമ്പോഴേ ഒരു രാജ്യം സുരക്ഷിതമാകൂ. കഹുട്ടയിലെ ആ ചതിയുടെ മുറിവുകൾ ഇന്ന് ഉണങ്ങിക്കഴിഞ്ഞു. പക്ഷേ ആ പാഠം നമ്മൾ മറക്കില്ല. ഭാരതീയ സൈന്യം ഇന്ന് ലോകത്തെ വിറപ്പിക്കുന്ന ശക്തിയാണ്. സമാധാനത്തിന് വേണ്ടി കൈകൂപ്പുന്ന ഭാരതമല്ല ഇത്, മറിച്ച് സമാധാനത്തിന് ഭംഗം വരുത്തുന്നവരെ തകർക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ ഭാരതമാണ്. ഇന്നത്തെ യാഥാർത്ഥ്യം, ഒരു കാലത്ത് ഭരണകൂടത്തിന്റെ അനാസ്ഥയിൽ തളർന്നുപോയ നമ്മുടെ സൈനികർ ഇന്ന് ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. ചൈനയ്ക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒരുപോലെ ഭീഷണിയാകുന്ന തരത്തിൽ 2 ഫ്രണ്ട് വാർ നേരിടാൻ നമ്മൾ ഇന്ന് സജ്ജരാണ്. അമേരിക്കയും റഷ്യയും ഫ്രാൻസും ഇന്ന് ഇന്ത്യയെ ഒരു തുല്യ ശക്തിയായിട്ടാണ് കാണുന്നത്. ഈ മാറ്റം വെറും ഒരു ഭരണമാറ്റമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്.
ഭാരത ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾ ഇനി ആവർത്തിക്കപ്പെടില്ല. കാരണം ഈ മണ്ണിന്റെ കാവലിലാണ് ധീരരായ സൈനികരായാലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന നേതൃത്വത്താലും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ഊർജ്ജസ്വലമായ വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.